ഞങ്ങളിപ്പോൾ പോണ്ടിച്ചേരിയിൽ എത്തിയിട്ടോ. ഈ കാണുന്ന പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് പ്രശസ്തമായ ചർച്ച് ഉള്ളത്. അതായത് ചർച്ച് ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ പള്ളി എന്താ വെച്ചാൽ ബസിലിക്ക സ്റ്റാറ്റസിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത പള്ളിയാണ്. ബസിലിക്ക എന്ന് പറഞ്ഞാൽ പോപ്പ് പ്രത്യേക പദവി കൊടുക്കുന്ന ചില പള്ളികൾക്കാണ്. അതിൻ്റെ പ്രത്യേകതകൾ വെച്ച് പദവി കൊടുക്കുന്ന പള്ളികളാണ് ബസിലിക്ക. ഇതൊരു ബസിലിക്കയാണ് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുണ്ട്. ഗോത്തിക് റിവൈവൽ ആർക്കിടെക്ചർ എന്നാണ് പറയുക. അതായത് മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ആർക്കിടെക്ചറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റും മേളിൽ ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന മേളിൽ. മാത്രമല്ല ഇതിൻ്റെ വിൻഡോസിന് ഭയങ്കര നീള ഹൈറ്റായിരിക്കും. അതാണ് ഗോത്തിക് റിവൈവൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. ഫ്രണ്ട്സ്, നമ്മൾ പോണ്ടിച്ചേരിയിൽ ഈ ഹോട്ടലിലാട്ടോ സ്റ്റേ ചെയ്തത്. ആനന്ദ ഇന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അത്യാവശ്യം നല്ല ഹോട്ടലാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അരബിന്ദോ ആശ്രമത്തിലോട്ട് പോകും. പോണ്ടിച്ചേരിയിലുള്ള അരബിന്ദോ ആശ്രമത്തിലോട്ട് പോകും കേട്ടോ. ഇവിടെ ഗ്രേ കണ്ട ഈ വൈറ്റും ഗ്രേ ആൻഡ് ബിൽഡിങ്സ് ഇവിടെ കാണാമല്ലോ. അത് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഉള്ള സമയത്ത് ഇങ്ങനെയായിരുന്നു. ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബിൽഡിങ്സൊക്കെ വൈറ്റും ആഷും ചേർന്ന ഗ്രേ ആൻഡ് വൈറ്റായിരുന്നു. അതിപ്പോഴും അത് പല ബിൽഡിങ്സും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവരുടെ ഭരണം മാറിയെങ്കിലും ഫ്രഞ്ചുകാരൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. വിസിറ്റ് വിസയിൽ ഇവിടെ വരി ഇവിടെ താമസിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് കോളനിയുടെ ലക്ഷണങ്ങൾ കാണാം. ഫ്രഞ്ച് കോളനി ആയിരുന്നതിൻ്റെയാണ് ഈ ബിൽഡിങ്സൊക്കെ ഈ കളറിലുള്ളത്. നമ്മൾ ആക്ച്വലി ഈ പോണ്ടിച്ചേരിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത് പണ്ട് ഇതിൻ്റെ പേര് പുതുച്ചേരി എന്ന് തന്നെയായിരുന്നു കേട്ടോ. പോണ്ടിച്ചേരി എന്നല്ല. പുതുച്ചേരി എന്ന് പറഞ്ഞാൽ പുതിയ ഗ്രാമം എന്നാണ് തമിഴിലർത്ഥം. ഇവിടെ പല രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ട്. പല്ലവ, ചോള, പാണ്ഡ്യ, പിന്നെ വിജയനഗര സാമ്രാജ്യം ഇവർ ഭരിച്ചു. അതിന് ശേഷം ബീജപ്പൂർ സുൽത്താൻ ഇവിടെ വന്ന് ഇവിടെ ഭരണം കീഴടക്കി ഇവിടെ ഭരിച്ചു. ആ സമയത്താണ് ഫ്രഞ്ചുകാരിവിടെ കോളനി സ്ഥാപിക്കാനായിട്ട് വരികയും അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയും കോളനി സ്ഥാപിക്കുകയും ചെയ്തു. അവർ ഏകദേശം 250 വർഷത്തോളം ഇവിടെ ഭരിച്ച ശേഷമാണ് 1954 ഇവിടുന്ന് പോയി ഇത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് ഗവൺമെൻറ് 2006 ഇതിൻ്റെ പേര് മാറ്റി. ഈ ഫ്രഞ്ചുകാരിട്ട പേരാണ് പോണ്ടിച്ചേരി. മാറ്റിയ ശേഷം അവർ പുതുച്ചേരി തന്നെ ആക്കി മാറ്റി. ഈ കാണുന്ന കേട്ടോ, ഇതാണ് നമ്മുടെ അരബിന്ദോ ഘോഷിൻ്റെ ആശ്രമം. ഇവിടെ ഇതിനുള്ളിലോട്ട് ഫോട്ടോ അല്ല, ഇവിടെ അല്ല. 1872 കൽക്കട്ടയിലാണ് ഈ അരബിന്ദോ ഘോഷ് ജനിച്ചത്. ഈ ആശ്രമത്തിനകത്തെ കോമ്പൗണ്ട് ഒന്നും അധികമില്ല കേട്ടോ. ബിൽഡിങ്സാണ് മുഴുവൻ. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ, അതായത് അരബിന്ദോ ഘോഷിൻ്റെയും മിറ അൽഫാസയുടെയും സമാധിയുണ്ട്. കുറേ ആളുകളൊക്കെ വളരെ ഡിവോട്ടി പോലെ ഭയങ്കര നമ്മൾ ശിവനെയും കൃഷ്ണനെയൊക്കെ പ്രാർത്ഥിക്കുന്ന അത്രയും ഭക്തിയോടുകൂടി വന്ന് അവർ പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ ഹോളും കാര്യങ്ങളും. പോണ്ടിച്ചേരി ഇപ്പോൾ പുതുച്ചേരി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഗവൺമെൻറ് തിരികെ ഈ ഫ്രഞ്ചുകാരുടെ ഭരണശേഷമായപ്പോൾ 2006 മുതൽ വീണ്ടും ഇത് പുതുച്ചേരി എന്നതിൻ്റെ പേരാക്കിയിട്ടുണ്ട്. ഇവിടെ 4 ഡിസ്ട്രിക്ട്സാണുള്ളത് കേട്ടോ. പുതുച്ചേരി, കാരക്കൽ, യാനം, മാഹി. ഈ പുതുച്ചേരിയും കാരക്കലും ബോർഡർ ചെയ്യുന്നത് തമിഴ്നാട് സ്റ്റേറ്റാണ്. യാനം ബോർഡർ ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റാണ്. പിന്നെ മാഹി കേരളയാണ്. കേരളയിൽ നമ്മുടെ കോഴിക്കോട് ഭാഗത്താണ് മാഹി. അപ്പോൾ അങ്ങനെ 3 സ്റ്റേറ്റുകൾ ബോർഡർ ചെയ്യുന്നുണ്ട് ഈ പോണ്ടിച്ചേരി. ഇവിടെ ഇപ്പോഴും ഫ്രഞ്ച്, ഇവിടെ വ്യത്യസ്ത കൾച്ചറെല്ലാം മിക്സഡ് കൾച്ചറാണ്. അതായത് ഫ്രഞ്ച്, തമിഴ്, കേരള ആൻഡ് ആന്ധ്ര വ്യത്യസ്ത കൾച്ചറുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴും ഫ്രഞ്ചുകാർ ഇവിടെ വിസിറ്റ് വിസയിലും ഒക്കെ ഇവിടെ പോയെങ്കിൽ അവരിവിടെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്.
ഇവിടെയൊക്കെ ധാരാളം ഇങ്ങനെ ആര്യവേപ്പിൻ്റെ മരങ്ങൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവൻ ആര്യവേപ്പ്. പോണ്ടിച്ചേരിയിലുള്ള പ്രശസ്തമായ ഗണപതി ക്ഷേത്രം കേട്ടോ ഇത്. ഭയങ്കര ഭംഗി. ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡല്ല. ഇപ്പം ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ അലൗഡല്ല, ഫോട്ടോ അലൗഡല്ല, മൊബൈൽ അലൗഡല്ല. പക്ഷെ ഇതിൻ്റെ പ്രത്യേകത ഈ അമ്പലത്തിൻ്റെ വെച്ചാൽ പ്രധാന പ്രതിഷ്ഠ ഗണപതിയാണ്. മാത്രമല്ല ചുറ്റും ഗണപതിയുടെ വ്യത്യസ്തമായ പല ഭാവത്തിലുള്ള ധാരാളം പ്രതിഷ്ഠ. ഇങ്ങനെ ഒരു അമ്പലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 500 വർഷം ഈ അമ്പലത്തിന് പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ഇതിന് മുകളിലൊക്കെ നല്ല ചിത്രങ്ങൾ ഉണ്ടാവും. നല്ല ഭംഗിയിലാണ് ചിത്രങ്ങൾ. ഇത് പോണ്ടിച്ചേരിയിലെ പ്രശസ്തമായ പ്രോമിനേഡ് ബീച്ചാണ് കേട്ടോ. ബേ ഓഫ് ബംഗാളാണിത്. ബംഗാൾ ഉൾക്കടൽ. പ്രോമിനേഡ് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ ഇവിടുത്തെ ഈ പുതുച്ചേരി. ഇപ്പോൾ പുതുച്ചേരി എന്നാക്കിയില്ല, പേര് പുതുച്ചേരി. ഇവിടുത്തെ ചീഫ് സെക്രട്ടേറിയറ്റ് ഇവിടെയാണ്, ഗവൺമെൻറ് ഓഫ് പുതുച്ചേരി. ഇതാണ് ആ ബിൽഡിങ്, സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണിത്. ഈ പ്രോമിനേഡ് ബീച്ചിൻ്റെ അടുത്ത് തന്നെ ശെൽവരാജ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടുത്തെ വലിയ പണ്ഡിതനും സോഷ്യൽ വർക്കറും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മോണുമെൻ്റ് ഉണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അവിടെ കുറച്ച് ഈ ചെറിയൊരു കുറേ ഒരു ഗാർഡനൊക്കെ പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. 1674 ഈ പുതുച്ചേരിയിൽ ഫ്രഞ്ചുകാർ വരുന്നത്. അതിനുശേഷം അവരിവിടുന്ന് തീർത്തും പോകുന്നത് 1954 ഇത് കേന്ദ്രഭരണ പ്രദേശം ആക്കിയപ്പോഴാണ്. അപ്പോൾ ഏകദേശം 250 വർഷം ഈ പുതുച്ചേരിയിൽ അവരുണ്ടായിരുന്നു. അതിനുശേഷം അതായത് 3 നൂറ്റാണ്ട് അവരിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഇത് പുതുച്ചേരി ടൗണാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയതാണ്.